വിശ്വാസികളെ, പരിശുദ്ധനായ മർക്കോസ് ഏവെങ്കലിസ്ത എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 30 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് 2-ാം പ്രാവശ്യവും തൻ്റെ കഷ്ടപ്പാടും മരണവും ഉയർപ്പും പ്രവചിക്കുന്നതായി കാണാൻ സാധിക്കും. എന്നാൽ ശിഷ്യന്മാർ തമ്മിൽ മറ്റ് ഒരു കാര്യത്തെക്കുറിച്ചായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത്. ആരാണ് വലിയവൻ എന്ന്. ഇത് മനുഷ്യ സ്വഭാവത്തിൻ്റെ സത്യമാണ്. കഷ്ടപ്പാടിൻ്റെ വഴി പറയുമ്പോഴും നമ്മൾ മഹത്വത്തിൻ്റെ സിംഹാസനം ചിന്തിക്കുന്നു. എന്നാൽ യേശുക്രിസ്തു മഹത്വത്തിൻ്റെ അർത്ഥം പൂർണ്ണമായി മാറ്റുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. 4 ചിന്തകൾ ഈ വേദവാക്യത്തിൽ കൂടി നിങ്ങളുമായിട്ട് പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 1. സത്യമായ മഹത്വം, വിനയം. യേശുതമ്പുരാൻ പറയുന്നു, ആർക്കെങ്കിലും ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ എല്ലാവർക്കും അവസാനത്തെയും ദാസനായി തീരട്ടെ എന്ന. പൗരസ്ത്യ ആത്മീയതയിൽ മഹത്വം സേവനത്തിലാണ് ആരംഭിക്കുന്നത്. സെൻറ്റ് ജോൺ ദ ക്രിസോസ്റ്റം പറയുന്നുണ്ട്, വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ തൻ്റെ മനസ്സിനെ ചെറുതാക്കട്ടെ. വിനയം ദൈവരാജ്യത്തിൻ്റെ വാതിൽ തുറക്കുന്നുവെന്ന്. നാം പലപ്പോഴും പ്രശംസ നേടുന്നു, എന്നാൽ ദൈവസന്നിധിയിൽ ഉയരുന്നത് താഴ്ന്നു നിൽക്കുന്നവരാണ്. 2-ാമത്തെ ചിന്ത, കുട്ടിയെ ഇടയിൽ നിർത്തിയ കർത്താവ്. യേശു ഒരു കുഞ്ഞിനെ വിളിച്ച് തൻ്റെ ഇടയിൽ നിർത്തുന്നു. കുഞ്ഞ് നിർമ്മലതയുടെ, ആശ്രയത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും പ്രതീകമാണ്. പരിശുദ്ധനായ സിറിൽ ഓഫ് അലക്സാണ്ട്രിയ ഇപ്രകാരം പറയുന്നുണ്ട്, കുഞ്ഞിൻ്റെ മനസ്സ് കപടതയില്ലാത്തതാണ്. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ അതുപോലെയുള്ള ലാളിത്യവും വിശ്വാസവും ആവശ്യമാണ് എന്ന്. കുട്ടികളെ സ്വീകരിക്കുന്നവൻ യേശുവിനെ സ്വീകരിക്കുന്നു. യേശുവിനെ സ്വീകരിക്കുന്നവൻ പിതാവിനെ സ്വീകരിക്കുന്നു. സഭയിൽ നാം ചെറിയവരെ, ദുർബലരെ, അവഗണിക്കപ്പെട്ടവരെ സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിനെയാണ് നാം സ്വീകരിക്കുന്നതെന്ന് തിരിച്ചറിയണം. 3-ാമത്തെ ചിന്ത, നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ പക്ഷമാണ്. ശിഷ്യന്മാർ ഒരാളെ തടഞ്ഞു. അവൻ യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി. യേശു ഇപ്രകാരം പറയുന്നു, അവനെ തടയരുത്. ഇവിടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് അഹങ്കാരവും പാർട്ടി വ്യവസ്ഥകളും ആത്മീയ ജീവിതത്തിൽ അപകടകരമാണ് എന്നാണ്. വലിയ മാർ ബസേലിയോസ് പറയുന്നുണ്ട്, ദൈവകൃപ ഒരു വിവാഹത്തിൻ്റേതല്ല. ദൈവനാമത്തിൽ സത്യസന്ധമായി പ്രവർത്തിക്കുന്നവൻ ദൈവത്തിൻ്റെ സഹപ്രവർത്തനാണ് എന്ന്. 4-ാമത്തെ ചിന്ത, ചെറിയവരെ ഇടറിക്കരുത്. ഈ